പല കാര്യങ്ങളെ ചൊല്ലി പ്രയാസപ്പെടുന്നവരാണ് കേരളീയർ. വറിയിങ് ഹാബിറ്റ്സ് എന്ന് പറയും, അത് കൂടുതലാണ്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കായികാധ്വാനം കുറവാണ്, പലപ്പോഴും ആത്മഹത്യകളൊക്കെ കുറവ്. ബീഹാർ ഇങ്ങനെ അധസ്ഥിത ജില്ലകൾ, അവർ ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ട് വന്ന് കിടന്നുറങ്ങുന്നുണ്ട്. അവർക്ക് ആത്മഹത്യയെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും സമയമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ കേരള സൊസൈറ്റി ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് കൺസേൺ ആണ്. വറി എന്ന് പറഞ്ഞൊരു ഹാബിറ്റുണ്ട് അവർക്ക്. പലപ്പോഴും കൗൺസിലിങ്ങിലും ഒക്കെ ഇരിക്കുമ്പോൾ അവർക്ക് ഒരുവിധം ഭൂമിശാസ്ത്രപരമായിട്ട് എല്ലാം സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് തന്നെ അവർ ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ബീഹാറിൽ ആഹാരമില്ലാത്തതിനെക്കുറിച്ചോ അല്ലെങ്കിൽ രോഗാതുരമായ സൊസൈറ്റി അല്ലെങ്കിൽ ആശുപത്രി ഇല്ലാത്തതിനെക്കുറിച്ചോ ഒക്കെ അവർക്ക് ഒരുപാട് കൺസേൺസുകളുണ്ടെങ്കിൽ അവരതിനെക്കുറിച്ച് അധികം പ്രയാസപ്പെടാറില്ല. പ്രയാസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് സ്വീകരിക്കുകയാണെങ്കിൽ ഏത് സാഹചര്യങ്ങളിലും നമ്മളെ വിഷമിക്കുകയില്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വളരെ സംതൃപ്തമായിരിക്കും. ഒരു കഥ ഇങ്ങനെയാണ്. ഒരിക്കലൊരു ഒരാളെ തൂക്കിക്കൊല്ലാനായിട്ട് വിധിച്ചിരിക്കുന്നു. അയാളെ ഒരു കൗൺസിലർ പോയി കാണുകയാണ്. അപ്പോൾ അതിൽ 5-6 പേര് ഒരുമിച്ചാണ് തൂക്കുന്നത്. അതിലൊരാൾ വളരെ സന്തോഷവാനായിട്ട് ഇരിക്കും. അപ്പോൾ സന്തോഷവാനായിരിക്കുന്ന ആളോട് കൗൺസിലർ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇത്രയും സന്തോഷവാനായിട്ടിരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തായാലും ഈ ജീവിതത്തിൽ ഓരോ സമയം ആഹാരത്തിന് വേണ്ടി, വസ്ത്രത്തിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ വളരെയധികം സ്ട്രഗിൾ ചെയ്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് ജീവിതം കഴിയുവാണെങ്കിൽ ആഹാരത്തിന് വേണ്ടി ഇനി കരുതേണ്ട കാര്യമില്ല, വസ്ത്രത്തിന് വേണ്ടി കരുതേണ്ട കാര്യമില്ല. ഇനി അതുപോലെ ഇനിയിപ്പോൾ എവിടെ താമസിക്കുമെന്നോ എന്ത് ജോലി ചെയ്യുമെന്നോ മറ്റു ലോകത്തിൽ എന്നെ കൺസേൺ ചെയ്തിരിക്കുന്ന ഒരുപാട് കൺസേണുകളെന്ന് ഞാനിപ്പോൾ തന്നെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തൂക്കിക്കൊന്നു കഴിഞ്ഞാൽ ഞാൻ വിമുക്തനാകുന്നുണ്ട്, ഞാൻ വളരെ സന്തോഷവാനാണെന്ന് പറയും. അപ്പോൾ അതൊരു ആറ്റിറ്റ്യൂഡാണ്, ഒരു ഫേസ് അല്ല. അപ്പോൾ ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുമ്പോൾ പോലും അയാളുടെ ജീവിതത്തിനോടുള്ള ആറ്റിറ്റ്യൂഡ്. നമുക്ക് പലതരം ഭയങ്ങളുണ്ട്, മരണഭയമുണ്ട്, രോഗത്തെക്കുറിച്ചുള്ള ഭയമുണ്ട്, ഇങ്ങനെ പലതരം ഭയങ്ങളാൽ വേട്ടയാടപ്പെടുന്നവരാണ് കൂടുതലും മനുഷ്യരും. അപ്പോൾ ഇത് മനുഷ്യരായിട്ട് ഇരിക്കുന്നവർക്കെല്ലാം ഉള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ നമുക്ക് എല്ലാവർക്കും തന്നെ. അപ്പോൾ അതിനോടുള്ള ഓരോ കാര്യങ്ങളോടുമുള്ള നമ്മുടെ സമീപനം, ഇഫ് യുവർ ആറ്റിറ്റ്യൂഡ് ഈസ് നോട്ട് റൈറ്റ് നത്തിങ് എൽസ് ഈസ് ഗോയിങ് ടു ബി റൈറ്റ് എന്നാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് ഓരോ കാര്യം, അതനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു, ചെയ്യാൻ കഴിയത്തില്ലെന്ന് വിശ്വസിച്ചാലും കാര്യം ഒരുപോലെ തന്നെയാണ്. നിങ്ങളുടെ ആ വിശ്വാസമാണ് എഫക്റ്റിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വിശ്വാസത്തെ പ്രവർത്തിക്കും. ഹ്യൂമൻ മൈൻഡ് ക്യാൻ ഹോൾഡ് ഓൺലി വൺ തോട്ട് അറ്റ് എ ടൈം ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് ഇറ്റ് നെഗറ്റീവ് ദാറ്റ് തോട്ട് ഷുഡ് ബി പോസിറ്റീവ്. മലയാളത്തിൽ പറഞ്ഞാൽ മനുഷ്യ മനസ്സിന് ഒരു സമയം ഒരു ചിന്ത മാത്രമേ കഴിയത്തുള്ളൂ. കഴിയുന്നിടത്തോളം അതൊരു പോസിറ്റീവ് ചിന്തയായിട്ട് നിലനിർത്താൻ നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം. അത് എക്സ്ട്രീം സർക്കംസ്റ്റൻസുകളിലും അതുപോലെ നമ്മൾ സന്തോഷമായിട്ടിരിക്കുമ്പോഴും സങ്കടകരമായ അവസ്ഥകളിലും എല്ലാം നമ്മുടെ മനസ്സിൻ്റെ ആറ്റിറ്റ്യൂഡാണ് പ്രധാനമായിട്ടും പ്രതിഫലിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ അഡ്വേഴ്സ് സർക്കംസ്റ്റൻസിലുള്ള ആൾ വളരെ സന്തോഷവാനായിട്ടിരിക്കുക. ഓഷോ രനീഷിൻ്റെ ഒരു കഥ, ഓഷോ രനീഷ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ വളരെ ഒരു ചന്തസ്ഥലത്ത് ചെല്ലുമ്പോൾ വളരെ സന്തോഷവാനായിട്ടിരിക്കുന്നുണ്ട്. ആ ചന്തയിൽ ഏറ്റവും സന്തോഷമുള്ള അയാളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, വലിയൊരു രോഗാവസ്ഥയിൽ നിന്ന് ഞാൻ കടന്നു വന്നതേ ഉള്ളൂ 1 വർഷമായിട്ട്, അവിടെ ഞാൻ വീണ്ടും റിക്കവർ ചെയ്യുന്നു. അപ്പോഴാണ് എനിക്ക് യഥാർത്ഥ സന്തോഷം തിരിച്ചു കിട്ടി. ഞാൻ സന്തോഷവാനായിട്ടല്ലാതിരിക്കുന്നത്. നമ്മൾ എക്സ്ട്രീം സർക്കംസ്റ്റൻസിൽ വരുമ്പോൾ പോലും സന്തോഷവാനായിട്ടിരിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് എടുക്കുക.